താങ്കൾക്ക് നാം ഓതിത്തരും, അപ്പോൾ താങ്കൾ മറക്കുകയില്ല. ഇത് പറയാൻ കാരണം മുഹമ്മദിന് ആ കാലത്ത് വെളിപാടുകളായിട്ട് അദ്ദേഹം തന്നെ ഉരുവിടുന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെട്ടിരുന്നു. കാരണം സ്വന്തം മനസ്സിൽ ഒരുതരം ഓട്ടോ സജഷനിലൂടെ രൂപപ്പെടുന്ന ആശയങ്ങൾ പ്രത്യേക കാവ്യാത്മകമായ ശൈലിയിൽ വരികളായിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ ആ ഉരുവിട്ട വരികൾ അതേപോലെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഓർത്തിരിക്കാൻ ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നതായിട്ട് ഹദീസുകളിലൊക്കെ കാണാം. അങ്ങനെ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സ്വയം സമാശ്വസിക്കുന്നതാണ്, താങ്കൾക്ക് നാം ഓതിത്തരും, അപ്പോൾ താങ്കൾ മറക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ ഉപദേശിക്കുന്നതായിട്ട് മുഹമ്മദിന് തോന്നി. ആ തോന്നൽ അദ്ദേഹം ഒരു വാക്യമായിട്ട് അതും അവതരിപ്പിച്ചു. ഇനി നോക്കൂ, ഇനി അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം കൂടി എടുക്കുന്നുണ്ട്. ഇനി അഥവാ വല്ലതും മറന്നു പോവുകയാണെങ്കിലോ, ആ മറന്നു പോകുന്നതിനുള്ള മുൻകൂർ ജാമ്യമാണ് അടുത്ത വാക്യം. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് വെച്ചാൽ നീ ഒന്നും മറക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ എന്നുകൂടെ പറഞ്ഞു വെച്ചാൽ എന്തായി, മറന്നതിനുള്ള ഒരു ഒന്നാന്തരം ഒരു ന്യായമായി മാറി, ഒരു മുൻകൂർ ജാമ്യമായി മാറി. ഇനി എല്ലതും മറന്നാൽ അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ട് മൂപ്പര് കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ വളരെ സമർത്ഥമായിട്ടൊരു മുൻകൂർ ജാമ്യം തുടക്കത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ വാക്യങ്ങളും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിന് കണ്ടെത്തിയ ഒരു ആശ്വാസവചനവും അതിന് കണ്ടെത്തിയ ഒരു മുൻകൂർ ജാമ്യവുമാണിത്. നിശ്ചയമായും പരസ്യമായതും രഹസ്യമായതും അവൻ അറിയുന്നു. അത് ശരിയാണ്. അത് ബാക്കി കാര്യങ്ങളെല്ലാം പരസ്യ രഹസ്യമൊക്കെ അവൻ അള്ളാഹുവിനെ അറിയുന്നു എന്നുകൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്.